മക്കളുടെ ഭാഗ്യേ. അമ്മാവൻ കാണിച്ച ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും ദൈവം കൊടുത്ത പ്രതിഫലം അത്. കാത്തിരുന്ന് കിട്ടിയതിന്റെ ഈ മധുരം കേസ് കൊടുത്ത് നേടുന്നതിന് കാണാമ്പിളി. അതില്ല, അച്ഛൻ ഞങ്ങളെ വളർത്തിയ അതേ നന്മയോടെ തന്നെയാ അമ്മയുടെ തറവാട് ഇപ്പൊ ഞങ്ങളെ തേടി വന്നത്. ആ കാര്യത്തിൽ ഞാൻ എന്റെ അച്ഛനെ മനസ്സാൽ തൊഴുന്നുണ്ട്. പക്ഷേ അനിയത്തിമാരിൽ ചിലരൊക്കെ അച്ഛനേക്കാൾ വലുത് അമ്മയാണെന്ന് ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതിയാൽ മതി അമ്പിളി. ഏതായാലും അനുവും ചീരവും അങ്ങനെ ചിന്തിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ, അതൊക്കെ പോട്ടെ. അച്ഛന്റെ അടുത്ത പ്ലാൻ എന്താന്ന് വല്ലതും രഘുവേട്ടനോട് പറഞ്ഞോ? ഇല്ല, എന്തോ സംസാരിക്കുന്നതിനിടയില് പഞ്ചരത്നം വീട് വിൽക്കേണ്ടി വരില്ലല്ലോ എന്നൊരു ആശ്വാസവാക്ക് പറയുന്ന കേട്ടു. അച്ഛന് ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയായിരിക്കും. അമ്മയോടൊപ്പം ജീവിച്ച ഈ വീട് നഷ്ടപ്പെടുന്നതില് അച്ഛൻ അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് രഘുവേട്ടൻ ഇനി അച്ഛന്റെ കൂടെ തന്നെ നിന്നാ മതിയെന്ന്. തറവാട് നോക്കി നടത്തിയാൽ തന്നെ നല്ലൊരു വരുമാനം കിട്ടുമെന്ന് കുഞ്ഞമ്മയും പറഞ്ഞല്ലോ. രഘുവേട്ടൻ സത്യസാറിന്റെ കമ്പനിയിലെ ജോലി രാജിവെച്ച് ഇനി മുതൽ കല്യാശ്ശേരിയിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അതാവുമ്പോ നമുക്ക് അവിടെ ഇവിടെയും കഴിയാതെ ഒരുമിച്ച് ജീവിക്കാം. പിന്നെ മോള് വളർന്നു വരല്ലേ രഘുവേട്ടാ. നോക്കാം വിളി, ഈ കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിക്കേണ്ടതല്ലോ. അമ്മാവൻ എന്ത് പറയുന്നു അതുപോലെ ഞാൻ ചെയ്യാം. ഓ, അമ്മാവന്റെ മരുമോൻ തന്നെ. ഒന്നും ചോദിച്ചു വാങ്ങാൻ അറിയില്ല. അതെ, എടി നിന്നെ പോലെ അമ്മാവൻ വെച്ച് നീട്ടിയപ്പോഴല്ലേ ഞാൻ വാങ്ങിയത്. ഒന്ന് പോരെ കേട്ടാ. ഓ, അപ്പോഴേക്കും അവളുടെ നാണം കണ്ടില്ലേ. ഇപ്പോഴും ആ പഴയ കൊച്ചുകുട്ടിയാന്നാ ചിന്ത. ശരിയാ, നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കുന്നതല്ലേ. ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നവർ തമ്മിലല്ല പ്രേമം വർക്കൗട്ട് ആവുന്ന. താൻ കണ്ടിട്ടില്ലേ, സുന്ദരികളായ ചില പെൺകുട്ടികൾ പ്രേമിക്കുന്നതേ കാണാൻ കൊള്ളാത്ത ചില ഊളകളെ ആയിരിക്കും. അവര് തമ്മിൽ പ്രേമിക്കുമെന്ന് നമ്മൾ ജീവിതത്തിൽ വിശ്വസിക്കില്ല. ദേ, ഇപ്പോ നമ്മുടെ കാര്യം തന്നെ നോക്ക്. ഇത്രയും സുന്ദരിയും ബുദ്ധിമതിയായ താൻ എന്നെ ഇങ്ങനെ പ്രേമിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ? മിണ്ടി പോരുത്, കുത്തുവെച്ചെറിഞ്ഞ ഒരു പ്രേമക്കാരൻ വന്നേക്കുന്നു. എന്താ, നിനക്ക് എന്നോട് പ്രേമമില്ലേ? Success! Success! സോറി സോറി ഏട്ടാ, ഞാനൊന്നും കണ്ടിട്ടില്ല. അല്ല, അതിന് ഞങ്ങളിവിടെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ എന്താണ്? ഒന്ന് മിണ്ടാതിരിക്കാവോ? അല്ല, നീ പോയ കാര്യം എന്തായി പറ. സംഗതി ഡബിൾ ഓക്കെ. പല്ലിയെ ഇത്രയ്ക്ക് പേടിയാണോ? കൊള്ളാം. ഇങ്ങനെ പേടിയുള്ള ആളെ എങ്ങനെ വലിയ കുറ്റവാളികളെ പിടിക്കും? റിസൾട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ
പല്ലി ദേഹത്ത് വീണു. ഇതൊരു അപശകുനമാണോ രൂപേഷേട്ടാ? എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. ശ്ശേ, അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാ. മുകളിലിരുന്ന പല്ലിക്ക് പിടിവിട്ടപ്പോ അത് താഴേക്ക് വീണു. താൻ ഇവിടെ നിന്നതുകൊണ്ട് അത് തന്റെ ദേഹത്തേക്ക് വീണു. അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യമില്ല. തന്നെ പോലെ തന്നെ ഒരു പാവം പല്ലി. നിന്റെ വിഷമൊക്കെ ഞാൻ മാറ്റിത്തരാം. എങ്ങനെ? ഇങ്ങനെ അടങ്ങിയിരുന്നോണം. ഗിരിയേട്ടാ, കാളീശ്വരി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഓ, ഒരു കാളീശ്വരി. അതെ, ഒരു ഉമ്മ തന്നതുകൊണ്ട് വ്രതം തെറ്റില്ല എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് പുരാണത്തില്? അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പേരിലൊക്കെ എന്തിരിക്കുന്നു. മര്യാദക്ക് എന്നെ വിട്ടോ, ഇല്ലെങ്കിലേ ഞാൻ ഒച്ച വെക്കും. അമ്മ വരും, ആകെ നടക്കിടാവും. ഗിരിയേട്ടൻ വിട്ടെ. എന്ന് വെച്ചോ. വിളിക്കരുത് വിളിക്കരുത് വിളിക്കരുത്. ഒച്ച വെക്കല്ലേ. ഗിരിയേട്ടൻ വേണ്ട. ഗിരിയേട്ടൻ നിധി, നേരം കുറയായി. വാ ഇങ്ങോട്ട്. ഞാനിപ്പോ കണ്ണു തുറന്നു നോക്കാം, പറഞ്ഞേക്കാം. ഇനി കണ്ണു തുറന്നു, ഞാൻ റെഡി. അപ്പൊ പിന്നെ അവാർഡ് സമ്മാനിച്ചാലോ? കുഴപ്പാവോ? കുഴപ്പമാക്കും. ഇത് പുരുഷവേഷം മാത്രമാ. പുരുഷൻ എന്താണെന്ന് കാണണോ? എങ്ങനെ? Ah.